പുരാണം നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ആൾക്കാരൊക്കെ നല്ല രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട്. സന്തോഷം. ഇനിയും നിങ്ങൾ പോയി അടുത്തുള്ള തിയേറ്ററിൽ പോയി സിനിമ കാണുക. താങ്ക് യു. കുണ്ടല പുരാണത്തിൽ ഫുള്ള് മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചേച്ചിയാണ്. നല്ല അടിപൊളിയായിട്ട് കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹലോ ഡിയേഴ്സ്, ഞങ്ങൾ കുണ്ടല പുരാണം എന്ന് പറയുന്നൊരു സിനിമ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലെ സിനിമയാണ്. നാട്ടിലെ സംവിധായകനും നാട്ടിലെ കുറേ ആൾക്കാരൊക്കെ അഭിനയിച്ച് നല്ലൊരു നിഷ്കളങ്കമായ സിനിമയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സംവിധായകനെ അതിലെ ആർട്ടിസ്റ്റിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു സിനിമ കാണാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ തന്നെ അറിയുന്നൊരു ഏട്ടനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭത്തിൽ നമ്മളെല്ലാം ഒരു സപ്പോർട്ട് പോലെയാണ് അതിൽ പങ്കെടുത്തത്. സിനിമ തിയേറ്ററിൽ ആകെ 1-2 റോ ഒഴികെ ബാക്കി ബാൽക്കണിയൊക്കെ മുഴുവൻ ഹൗസ്ഫുള്ളായിരുന്നു. സിനിമ ഇറങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. വെള്ളിയാഴ്ചയാണ് സിനിമ ഇറങ്ങിയത്. പുരാണത്തിന്റെ ഡയറക്ടറാണ് നമ്മൾ കൂടെയുള്ളത്. അടിപൊളി സിനിമയാണ്. കാണാത്തവർ പോയി കാണുക. എല്ലാവരും കാണുക. കുണ്ടല പുരാണം നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ആൾക്കാരൊക്കെ നല്ല രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട്. സന്തോഷം. ഇനിയും നിങ്ങൾ പോയി അടുത്തുള്ള തിയേറ്ററിൽ പോയി സിനിമ കാണുക. താങ്ക് യു. കുണ്ടല പുരാണത്തിൽ ഫുള്ള് മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചേച്ചിയാണ്. നല്ല അടിപൊളിയായിട്ട് കോമഡിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി എന്തെങ്കിലും പറഞ്ഞു? പറയേണ്ടെന്നൊന്നും എല്ലാവരും ഈ സിനിമ കണ്ടിട്ട് വിജയിപ്പിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ വിജയം. അപ്പോൾ നമ്മളിപ്പോൾ വളർന്നു വരുന്ന കലാകാരികളാണ്. അപ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സന്തോഷം. എല്ലാവരും വന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞാലും സന്തോഷം. നല്ല അടിപൊളി സിനിമയാണ് കേട്ടോ. എല്ലാവരും വന്ന് കാണും. എല്ലാവരും വന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. സന്തോഷ് പുതുക്കുന്ന് സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച കുണ്ടല പുരാണം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇറങ്ങി വന്നിട്ടാണ് ഞാനിപ്പോൾ ഈ റിവ്യൂ പറയുന്നത്. അപ്പോൾ പൂർണ്ണമായും കാസർഗോഡ് ഭാഷയിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സിനിമ കാണാനായിട്ടാണ് നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് ഇന്നലെ പോയത്. അപ്പോൾ ഒരു നവസംവിധായകൻ ഒരുപാട് ഷോർട്ട് ഫിലിംസൊക്കെ മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് സ്ക്രീനിലേക്ക് ആദ്യമായിട്ടാണ് ഒരു പുതുമുഖ സംവിധായകൻ എത്തുന്നത്. അപ്പോൾ വളരെ മികച്ചൊരു അറ്റംപ്റ്റായിട്ടും അല്ലെങ്കിൽ വളരെ മികച്ചൊരു അവതരണമായിട്ടും ആ സിനിമേനെ കാണാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മുടെ നാട്ടുകാരനെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ സിനിമയെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നലെ തിയേറ്ററിലേക്ക് എത്തിയത്. തിയേറ്റർ ഏറെക്കുറെ ഫുള്ളായിരുന്നു. സീറ്റൊക്കെ ഒരു ഹൗസ്ഫുള്ളായിട്ട് തന്നെയായിരുന്നു ഇന്നലെ ഓടിക്കൊണ്ടിരുന്നത്. അപ്പം വളരെ മികച്ചൊരു പ്രതികരണമാണ് അതിനെക്കുറിച്ച് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയിട്ട് വളരെ നല്ലൊരു കുടുംബ സിനിമ ആസ്വദിക്കാനുള്ളൊരു അവസരം ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. അപ്പോൾ അതിൽ അഭിനയിച്ച ഓരോരുത്തരും ഇപ്പോൾ ഇന്ദ്രൻസ് ആണെങ്കിലും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഭാര്യയായിട്ട് നമ്മുടെ ന്യൂ ജനറേഷൻ സിനിമയിലൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന രമ്യ സുരേഷാണ് ചിത്രത്തിൽ മുഴുനീള ഇന്ദ്രൻസിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതിൽ കൂടാതെ അവരുടെ മകളായിട്ട് അഭിനയിച്ച ആ കുട്ടിയും പിന്നെ ഉണ്ണിരാജ ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ചിത്രം കൂടിയാണ് കുണ്ടല പുരാണം. വളരെ നന്നായിട്ട് അവരവരുടെ വേഷം കൈകാര്യം ചെയ്യാൻ എല്ലാവരും 100% ശ്രമിച്ചിട്ടുണ്ട് ആ സിനിമയിൽ. ഇന്ദ്രൻസിൻ്റെ അഭിനയം പറയാതിരിക്കാൻ സാധിക്കില്ല. ഒരു സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ അത്രയും ഒരു അവാർഡിലേക്ക് എത്തുന്ന തരത്തിൽ അത്രയും മികച്ചൊരു അഭിനയം കാഴ്ചവെച്ചൊരു സിനിമ കൂടിയാണ് ഇന്ദ്രൻസിൻ്റെ. അപ്പം ഒരു ഫാമിലി എൻ്റർടൈനറാണ്. കുടുംബ പ്രേക്ഷകർക്ക് ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് കുണ്ടല പുരാണം. അപ്പോൾ എല്ലാവരും പോയി കാണുക. അത്രയ്ക്ക് പറയാനുള്ളൂ. നല്ലൊരു നാടിൻ്റെ സിനിമയാണ്. നാടിൻ്റെ ഒരു നിഷ്കളങ്കത സിനിമയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ കാസർഗോഡ് അല്ലെങ്കിൽ കാസർഗോഡിലെ നീലേശ്വരം ഭാഗത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരെൻ്റെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ നാട്ടിലെ ഒരു സിനിമ അല്ലെങ്കിൽ നാട്ടിലെ ഒരുപാട് കലാകാരന്മാരെ അല്ലെങ്കിൽ ഒരു നവസംവിധായകനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും അത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക. ഹാപ്പി ആയിട്ട് സിനിമ പോയി തിയേറ്ററിൽ കാണുക. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇന്നലെ തിയേറ്റർ നിറഞ്ഞ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു സിനിമയെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ ഏറ്റെടുക്കുന്നു എന്ന് കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നി. ഒരു ആക്സെപ്റ്റൻസ് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പം ഇന്നലെ സിനിമയിലെ സംവിധായകനും അതിലെ പല നടന്മാരും ഒക്കെ തിയേറ്ററിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു തിയേറ്റർ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവരോടൊക്കെ സംസാരിച്ചു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് നമ്മൾ മടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെയും അടുത്തുള്ള തിയേറ്ററിൽ പോയി കുണ്ടല പുരാണം കാണുക. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.